എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം വീണ്ടും ഇത് ബോക്സ് ഓഫീസിന് തീയിടാൻ വേണ്ടി ഡയറക്ടർ ചിത്രം തുടരുവെത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡയറക്ടറിനോടൊപ്പം തന്നെ ശോഭന കൂടി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന പ്രത്യേകതയായിട്ട് എത്തുന്ന ചിത്രമാണ് തുടരും എന്ന് പറയുന്ന സിനിമ. തരുൺ മൂർത്തിയാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളല്ലാതെ ഒന്നിനൊന്നും വ്യത്യസ്തവും ബോക്സ് ഓഫീസിൽ വിജയിച്ച ചിത്രങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് പുതിയൊരു ടീസർ കൂടി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. 37 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. 1991 പുറത്തിറങ്ങിയ ജയറാം ഉർവശി ചിത്രം മുഖ ചിത്രത്തിലെ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ വീട് കാണിച്ചാണ് ടീസർ ആരംഭിക്കുന്നത്. തുടർന്ന് വീടിന്റെ ചുമരിലെ മോഹൻലാൽ ഭാരതിരാജയ്ക്കും കമലഹാസനും മമ്മൂട്ടിക്കും ഒക്കെ ഒപ്പമുള്ള പഴയ ചിത്രങ്ങൾ തന്നെ ടീസറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി താടി മുറിക്കാൻ ശ്രമിക്കുന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തോട് ശോഭന ആ താടി തൊട്ടാൽ കൈ ഞാൻ വെട്ടും എന്ന് പറയുന്നുണ്ട്. ആ താടി അവിടെ ഇരുന്നാൽ ആർക്കാണ് പ്രശ്നം എന്ന് ശോഭന അവതരിപ്പിക്കുന്ന ലളിത ഷൺമുഖൻ എന്ന് പറയുന്ന കഥാപാത്രം ചോദിക്കുന്നതായും കേൾക്കാം. വെട്ടണമെങ്കിൽ ഞാൻ പറയാമെന്നും അവർ പറയുന്നു. എന്താ താടി ഇരുന്ന ആർക്കാട പ്രശ്നമെന്ന് കണ്ണാടിയിൽ നോക്കി ചോദിക്കുന്ന മോഹൻലാല് ശബ്ദം മാറ്റി വെട്ടുന്നില്ല എന്ന് ശോഭനയ്ക്ക് മറുപടി നൽകുന്നു ഈ ഒരു ടീസറിൽ കാണാൻ സാധിക്കുന്നത്. തുടർന്ന് സ്ക്രീനിൽ ചിത്രത്തിന്റെയും അണിയറ പ്രവർത്തകരുടെയും ടൈറ്റിൽ കാർഡാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് മികച്ച റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു ടീസറിന് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രം റിലീസിനെത്താൻ പോകുന്ന ഏപ്രിൽ മാസം 25-ാം തീയതിയാണ്. മികച്ച ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ട് മാറും തുടരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എല്ലാത്തരം സൂചിപ്പിക്കുന്നത്. വമ്പൻ താരനിരയിലാണ് തുടരുമെന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മോഹൻലാലിന് ശോഭനയും ആ ഒരു കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയം തന്നെയാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് ദൃശ്യം പോലത്തെ കേരള ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കുന്ന ഒരു ചിത്രമായിട്ട് തുടരും മാറുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഏപ്രിൽ മാസം 25-ാം തീയതി തുടരും എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.